നമസ്കാരമുണ്ട്, അശ്വതിയാണ്. ഇന്ന് നമുക്ക് മഴയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് വീഡിയോ പോകുന്നത്. മഴയൊക്കെ തീർന്നിട്ട് വീഡിയോ എടുക്കാതെ വെച്ചിട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. കഴുത്ത് ആണ് ഇന്നത്തെ വിഷയം. കഴുത്ത് വേദന, കഴപ്പ് ഇതൊക്കെ വളരെയധികം ജീവിതത്തിൻ്റെ ഭാഗമാണിപ്പോൾ. കാരണം ഇരുന്നുള്ള ജോലി, സ്ഥിരമായി ഇങ്ങനെയുള്ള വായന, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കമ്പ്യൂട്ടർ വർക്ക്, അതുമല്ലെങ്കിൽ ഇങ്ങനെയുള്ള മൊബൈൽ, എന്തുമാവാം. അപ്പോൾ കഴുത്തിങ്ങനെ വരുന്നത് വഴിയും അനക്കമധികം കിട്ടാത്തത് കാരണമൊക്കെ ധാരാളം വേദനകൾ, ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇത് പല രീതിയിലുണ്ടാവും. നിങ്ങളുടെ ഡോക്ടർ ഒരു മൂവ്മെൻറ്റ്സ് ഒക്കെ കുഴപ്പമില്ല എന്ന് പറയുവാണെങ്കിൽ ഇത് ചെയ്യണം. അല്ല, മൂവ്മെൻ്റ് ഒന്നും ചെയ്യാൻ പാടില്ല, തേയ്മാനമൊക്കെയാണ്, സിവിയറൊക്കെ ആണെങ്കിൽ ചെയ്ത് വേദന കൂട്ടണ്ട. ഇപ്പോൾ ഡോക്ടർ ഓക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ ഇത്തരം മൂവ്മെൻറ്റ്സ് നിങ്ങളെ വേദന ഇല്ലാതിരിക്കാൻ സഹായിക്കും. ശരി, അല്ലെങ്കിൽ വേദന കുറച്ച് ഡേ ടു ഡേ ലൈഫിൽ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നടുനിവാർന്ന് കസേര ചാരി ഇരിക്കാം. ബാക്ക് പെയിനൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നെക്ക് പെയിനൊക്കെ ഉള്ളപ്പോഴെപ്പോഴും സപ്പോർട്ടാണ് നല്ലത്. അല്ല, പ്രശ്നമില്ലെങ്കിൽ ഇതുപോലെ തറയിലിരിക്കാം, അല്ലെങ്കിൽ കസേരയിൽ ഇരുന്ന് ഇത് ചെയ്യാം. നമ്മൾ ശ്വാസത്തിനനുസരിച്ചാണ് ചെയ്യുക. അത് ചെയ്യുന്നതിന് പല കാരണങ്ങൾ. ഒന്ന്, ശ്രദ്ധയോടെ ചെയ്യാം. രണ്ട്, സാവധാനം ചെയ്യാൻ. പെട്ടെന്നിട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉളുക്ക് വീഴും. ഓക്കെ, അപ്പോൾ വളരെ സാവധാനം ശ്വാസത്തിനൊപ്പം ചെയ്ത് നോക്കാം. ശരി, ഓവർ സ്ട്രെയിൻ ചെയ്യരുത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉളുക്ക് വീണ്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പെയിൻ ഉണ്ടെങ്കിൽ തീർച്ചയായും കഷ്ടപ്പെട്ട് വലിക്കരുത്. വേദനയോടെ ചെയ്യാൻ പാടില്ല ഒന്നും, യോഗയിൽ പ്രത്യേകിച്ചും. നമ്മൾ വേദന കുറയുന്ന അനുസരിച്ച് ഈ പ്രാക്ടീസ് കൂടുതലായിട്ട് കൊണ്ടുവരാം. ഓക്കെ, ശരി. ശ്വാസം എടുത്ത് താടി മുകളിലേക്ക്, ഈ ഫ്രണ്ടിൽ ഇങ്ങനെ സ്ട്രെച്ച് വരുന്ന രീതിയിൽ, തല ഇങ്ങനെ അങ്ങ് ബാക്കിൽ ഇടണം എന്നല്ല, സ്ട്രെച്ച് വരുന്ന രീതിയിൽ ശ്വാസം പോയിട്ട് താടി നെഞ്ചിലേക്ക്. ഇങ്ങനെ കംപ്ലീറ്റ്ലി ബെൻഡ് ചെയ്യേണ്ട, താടി നെഞ്ച്. ശ്വാസം എടുത്ത് മുകളിലേക്ക്, ശ്വാസം പോയിട്ട് താടി നെഞ്ച്. ഇൻഹേൽ, എക്സേൽ. കഴുത്ത് നേരെ, ശ്വാസം എടുത്ത്, ശ്വാസം പോയിട്ട് വലത്. അവരവരുടെ എക്സ്റ്റെൻഡ് ചെയ്യാം. ശ്വാസം എടുത്ത് സെൻറ്റർ, ശ്വാസം പോയിട്ട് ഇൻഹേൽ സെൻറ്റർ, എക്സേൽ റൈറ്റ്, ഇൻഹേൽ, എക്സേൽ ലെഫ്റ്റ്. നേരെ ശ്വാസം എടുത്ത്, ശ്വാസം പോയിട്ട് വലത് ചെവി ഷോൾഡർ. ചെവി ഷോൾഡറിൽ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ മുട്ടിക്കാൻ ശ്രമിക്കേണ്ട, അത് ഉദ്ദേശമല്ല. ഷോൾഡർ താഴ്ത്തി വെച്ചിട്ട് ചെവി കൊണ്ടുവരിക. ഈ ഭാഗത്ത് കണ്ടോ ഇങ്ങനെ സ്ട്രെച്ച് വരും. ശ്രദ്ധിക്കാം, കവിളല്ല. അപ്പോൾ ഈ സ്ട്രെച്ച് കുറയും. ചെവി തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക. വേണമെങ്കിൽ നമുക്ക് ഈ ഇടത് കൈ, അതായത് വലത്തോട്ട് പോകുമ്പം ഇടത് കൈ കഴുത്തിൻ്റെ അതേ ലൈനിൽ സ്ട്രെച്ച് ചെയ്ത് കൊടുത്ത് ബ്രീത്ത് ചെയ്യുക. പൊസിഷനിൽ ഇരിക്കാം, ബ്രീത്ത്. ശ്വാസം എടുത്ത് നേരെ മറുവശം, ശ്വാസം വിട്ട് ഇടത് ചെവി ഷോൾഡർ, വലത് കൈ എക്സ്റ്റെൻഡ് ചെയ്യും. ഈ കഴുത്തിൻ്റെ അതേ ലൈനിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ചിലപ്പം പെയിനൊക്കെ ഈ കയ്യിലോട്ടൊക്കെ റേഡിയേറ്റ് ചെയ്ത് വരുവേ. നമ്മൾ ഈ നെർവൊക്കെ പിഞ്ചിങ് വന്നാൽ സ്ഥിരമായി ചെയ്യണം കേട്ടോ, എന്നാലേ വ്യത്യാസം ഉണ്ടാവും. ബ്രീത്ത് ചെയ്യാം, അടി. ഇപ്പം തന്നെ നമുക്ക് ആ കഴുത്തിൻ്റെ മസിൽസൊക്കെ ഒന്ന് അയഞ്ഞ് വരും. ഇനി അടുത്ത സെറ്റ് ഓഫ് ഒരു മൂവ്മെൻറ്റ്സ് വരുന്നത് സെമി സർക്കിൾ, അതായത് ഫുൾ റൊട്ടേഷൻ കഴുത്തിന് ചെയ്യാതെ, പ്രത്യേകിച്ച് എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ ഫുൾ റൊട്ടേഷൻ ചെയ്യാൻ പാടില്ല. ഹാഫ് റൊട്ടേഷൻ ആയിട്ട്, അല്ലെങ്കിലും പൊതുവെ പറയാം നമ്മൾ ഹാഫ് റൊട്ടേഷൻ ചെയ്യുന്നതാണ് നെക്കിന് നല്ലത്. ഓക്കെ, ശ്വാസം എടുത്ത്, ശ്വാസം പോയിട്ട് താടി ഇതുപോലെ ചെറുതായി താഴ്ത്തുക. ഫുൾ തല മുന്നോട്ടല്ല, താടി താഴ്ത്തി. ഇൻഹേൽ, ശ്വാസം എടുത്ത്, ശ്വാസം പോയിട്ട് അങ്ങനെ താടി താഴ്ത്തി വെച്ചു. കണ്ടോ, ഇൻഹേൽ സെൻറ്റർ, എക്സേൽ ലെഫ്റ്റ്, ഇൻഹേൽ സെൻറ്റർ, എക്സേൽ റൈറ്റ്. ശ്വാസം എടുത്ത് നടുക്ക്, ശ്വാസം പോയിട്ട് പിറകി. ഇനി ശ്വാസം എടുത്ത് സെൻറ്റർ വന്ന് തല അങ്ങനെ പിറകെ, താടി മുകളിലേക്ക്, കഴുത്ത് ഡ്രോപ്പ് ചെയ്യേണ്ട, താടി മുകളിലാക്കി ശ്വാസം എടുത്ത്, ശ്വാസം പോയിട്ട് വലത് പിറകെ നമ്മളൊരു സെമി സർക്കിൾ. ശ്വാസം എടുത്ത് സെൻറ്റർ, ശ്വാസം പോയിട്ട് ഇടും. ശ്വാസമേ എടുത്ത് ശ്വാസം വിട്ട് വലത്,
ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ഇടം. ഓക്കെ, ഇനി അടുത്ത സെറ്റ് ഓഫ് ഒരു മൂവ്മെൻറ്റ്സ് നമുക്ക് കഴുത്ത് ഡയഗണലി സ്ട്രെച്ച് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചരിച്ച് വെച്ചുകൊണ്ടുള്ള മൂവ്മെൻ്റ് ആണ്. ഓരോ ഭാഗമായിട്ട് മസിൽസ് ഇങ്ങനെ ഒന്ന് വലിക്കാനുള്ള ഒരു സ്ട്രെച്ചിനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത സെറ്റായിട്ട് ചെയ്യുമ്പോൾ ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് വലത് ചെവി ഷോൾഡർ നമ്മളിത് ചെയ്തിരുന്നു നേരത്തെ. ബ്രീത്ത് ചെയ്യുക, ഈ ഭാഗത്ത് സ്ട്രെച്ച് വരും, ബ്രീത്ത്. എന്നിട്ട് താടി ഇതേ പൊസിഷനിൽ വെച്ചിട്ട് താടി അതേ ഡയറക്ഷനിൽ കൊണ്ടുപോകാം. കണ്ടോ, ഇപ്പൊ സ്ട്രെച്ചിന്റെ മസിൽസ് മാറി ഈ ഭാഗത്തേക്കും ഈ ഭാഗത്ത് കംപ്രഷൻ വരുന്ന രീതിയിൽ ബ്രീത്ത്. ശ്വാസം പിടിച്ചു വെക്കരുതേ. ഇനി ഫ്രണ്ടിൽ ഈ കോളർ ബോണിലേക്ക്, ഇപ്പൊ ബാക്കിലാണ് എക്സാക്ട്ലി വരിക, വലതുവശത്ത് കോളർ ബോൺ. എന്നിട്ട് ബ്രീത്ത് ചെയ്യാം. നേരെ ഇനി ലെഫ്റ്റ് സൈഡ് ചെയ്യാം. ഇടത് ചെവി ഷോൾഡർ സ്ട്രെച്ച് അറിഞ്ഞ് ബ്രീത്ത് ചെയ്ത് നോക്കൂ. നല്ല റിലാക്സിങ് ആണ് കേട്ടോ. അങ്ങനെ താടി റൊട്ടേറ്റ് ചെയ്യുക. നമുക്ക് ഫീൽ ചെയ്യും, നമ്മൾ മൈൻഡ് ബോഡി ആയിട്ട് കണക്ട് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് നന്നായി മനസ്സിലാവും എവിടെയാണ് വ്യത്യാസം വരുന്നതല്ലേ. താടി താഴ്ത്തി ലെഫ്റ്റ് സൈഡ് കൊളവ് ബ്രീത്ത്. ഇനി അടുത്തൊരിത് ചെയ്യുന്നത് നമ്മളൊരു കുറച്ചൊരു പ്രഷർ കൊടുക്കുക, അതായത് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ കുറച്ചൊരു വെയിറ്റ് കൊടുക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ. പ്രഷർ കൊടുത്തിട്ട്, അതായത് നമ്മളുടെ കൈ വെച്ചാണ് നമ്മൾ പ്രഷർ കൊടുക്കുക. പ്രഷർ കൊടുത്ത് സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയാണ്. അവരവർക്ക് സാധിക്കുന്ന കംഫർട്ടബിൾ ആയ പ്രഷർ മാത്രം കൊടുക്കുക. വിരൽ കോർത്ത് നെറ്റിയിൽ ഇതുപോലെ പ്രസ് ചെയ്തിട്ട് അങ്ങോട്ട് പുഷ് ചെയ്യണം. തല പിറകെ പോകാനല്ല, തലയിൽ നിന്ന് ഇങ്ങോട്ട്. അപ്പം നമ്മൾ ഈ മസിൽസ് ഉപയോഗിച്ച് തിരിച്ച് പ്രസ് ചെയ്യും. കംഫർട്ടബിൾ, നമ്മളുടെ കംഫർട്ടബിലിറ്റി നോക്കണം കേട്ടോ. വിരൽ ഇതുപോലെ പ്രസ് ചെയ്യാം, തലയിൽ നിന്ന് ഇങ്ങോട്ടും പുഷ് ചെയ്യാം. പൊസിഷൻ മാറാത്ത രീതിയിൽ ബ്രീത്ത് ചെയ്യാം. തലയ്ക്ക് പിറകെ പ്രസ് ചെയ്യാം. തല മുന്നോട്ട് വരാനല്ല, നമ്മൾ അങ്ങോട്ട് പുഷ് ചെയ്യണം. കഴുത്ത് വെച്ച് കയ്യിലോട്ട് തിരിച്ച് ഈക്വൽ ഓപ്പോസിറ്റ് ഫോഴ്സ് കൊടുക്കാം. കൈ താഴെ വെച്ച് ഈ വലത് കൈ ചെവിയുടെ അവിടെ കണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രസ് ചെയ്യാണ്. തല ചരിയാതെ കൈ വെച്ച് നമ്മൾ പുഷ് ചെയ്യുന്നുണ്ട്, തലയിൽ നിന്ന് അങ്ങോട്ടും പ്രസ് ചെയ്യുക. ബ്രീത്ത് ചെയ്തോളണം കേട്ടോ. നമ്മുടെ കംഫർട്ട് ലെവലുള്ള പ്രഷർ കൊടുത്താൽ മതി. നമുക്ക് താങ്ങാൻ പറ്റുന്നത്. താഴെ മറുവശം. താഴെ വലത് കൈ ഇങ്ങനെ തലയ്ക്ക് മുകളിലൂടെ ഇടത് ചെവി പിടിച്ചിട്ട് കൈയുടെ അതേ ഡയറക്ഷൻ, അതായത് വലത്തോട്ട് കൊണ്ടുപോവാ. നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ഡയഗണൽ സ്ട്രെച്ചാണ്, പക്ഷെ ഇതിപ്പോൾ കൈ കൂടി വെച്ച് നമ്മളൊന്ന് പുള്ളി ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. ബ്രീത്ത് ഇങ്ങനെ ഇരുന്ന് ബ്രീത്ത് ചെയ്യാം, അല്ലെങ്കിൽ വേണമെങ്കിൽ കൈ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഒരു എഫക്റ്റ് കൂടി ഉണ്ടാവും. വേദനയോടെ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണേ. നേരെ മറുവശം, ഇടത് കൈ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. കൈ ഇങ്ങനെ വെച്ച് ചെയ്യാം. ബ്രീത്ത്. നേരെ. ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ചെയ്തു. നെക്ക് മസിൽസിന് വളരെ നല്ലതാണ്. ഇരുന്നാണ് ജോലി എന്നുണ്ടെങ്കിൽ തീർച്ചയായും നെക്ക്, നിങ്ങളുടെ പോസ്ചർ, വർക്ക് ചെയ്യുമ്പോഴുള്ള പൊസിഷൻ, പുസ്തകം വായിക്കുമ്പോഴുള്ള പൊസിഷൻ, മൊബൈൽ പിടിക്കുമ്പോഴുള്ള പൊസിഷൻ, ഇതൊക്കെ ലോങ് ടേമിൽ വളരെ അധികം ശ്രദ്ധിക്കണം. പലപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്ന പോലെ അല്ല, സ്ഥിരമായി ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ക്രമേണ ധാരാളം ബുദ്ധിമുട്ട് ഉണ്ടാക്കും. നമുക്ക് നെക്കിനാണെങ്കിൽ സ്റ്റിഫ്നെസ് വരും, പെയിനൊക്കെ വരാം. ഈ മൂവ്മെൻറ്റ്സ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിസിഷ്യൻ അല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല. നെക്ക് മൂവ് ചെയ്താൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരാളാണോ എന്ന് അല്ലയോ എന്ന് ആദ്യം നിങ്ങൾ ഡയഗ്നോസ് ചെയ്തിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുക. ആദ്യം തുടക്കത്തിലേ പറഞ്ഞിരുന്നു, അത് ശ്രദ്ധിക്കണം. വേദന ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യുക.
ഓവർ പുഷ് ചെയ്യരുത്, കംഫർട്ട് ലെവലിൽ നിന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇനി ഇതൊക്കെ ചെയ്താലും ഒരു അരമണിക്കൂറിൽ കൂടുതൽ കണ്ടിന്യൂസ് സിറ്റിംഗ് ചെയ്താൽ, നമ്മളിപ്പോൾ മധുരം കഴിക്കാൻ പാടില്ലാത്ത ഒരാൾ മരുന്നും കഴിച്ച് മധുരം കൂടുതൽ കഴിക്കുന്ന പോലെയാണ്, ഗുണം കുറയും. അപ്പം ഒരു ഹാഫ് ആൻ അവറൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് എണീറ്റ് നിൽക്കാനോ ഒന്നൊന്ന് നടന്ന് വന്നിരിക്കാൻ, അതൊക്കെ വളരെ റിലാക്സിങ് ആക്കും ബോഡി. അതുകൂടി റൊട്ടീനിൽ കൊണ്ടുവരാൻ കഴുത്തിൻ്റെ ഒരു പോസ്ചർ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ സ്ഥിരമായി ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് നെക്ക് ഓൾറെഡി സ്റ്റിഫായിട്ടുണ്ടെങ്കിൽ ദിവസം 2 തവണയെങ്കിലും ഇതിലേതെങ്കിലുമൊക്കെ ഒരു സീക്വൻസ് പ്രാക്ടീസ് ചെയ്തു നോക്കണം. സ്ഥിരം ചെയ്താൽ ഉറപ്പായും വ്യത്യാസം ഉണ്ടാവും. ഞാൻ നെക്ക് ഷോൾഡർ സിവിയർ പെയിന് ഒരു കാലത്ത് അനുഭവിച്ച ആളാണ്. അക്കാഡമിക്സിലായിരുന്നുകൊണ്ട് ഇരുന്ന് ജോലി ചെയ്ത് വന്നതാണ്. വളരെ കഷ്ടപ്പെട്ട് കുറേ കാലത്തെ പരിശ്രമത്തിൽ കൊണ്ട് ഇപ്പം ഭഗവാൻ സഹായിച്ച് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നു, തീർച്ചയായും ശ്രമിച്ചു നോക്കൂ, ഫലം ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.